ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒപ്പമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുള്ള പ്രധാനമന്ത്രിയും അമിത്ഷായുമുള്ള സമയത്ത് തന്റെ വാക്കിന് വിലയില്ലാതാവുന്നു. കാരണം അവർ രണ്ടുപേരുണ്ട്, താൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇതെന്ത് ന്യായമാണെന്ന് അദ്ദേഹം പാർലമെന്റിനകത്ത് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത്? പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവുമല്ലേ കമ്മിറ്റിയിൽ വരേണ്ടത് എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ മുമ്പുണ്ടായിരുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെയൊക്കെ എങ്ങനെയാണ് നിയമിച്ചത് എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണോ അദ്ദേഹം പാർലമെന്റിൽ ഈ വാചോടാപം നടത്തുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരായിരുന്നു? അദ്ദേഹത്തെ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ 324 വകുപ്പ് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അത് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന് വിധേയമായിട്ടാണ് എന്നാണ്. എന്നാൽ ഇന്ത്യയിലെ ഇതുവരെയുള്ള ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചത് ഇങ്ങനെയൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. പകരം എന്നാൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് നിയമിക്കുകയായിരുന്നു. അത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയ സുകുമാർ സെൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിച്ചത് രാഷ്ട്രപതി നേരിട്ട് നിയമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിസഭ നിർദ്ദേശിക്കുന്ന പേരുള്ള ആളെ നിയമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 1991 എന്തെങ്കിലും തരത്തിലൊരു നിയമം ഇലക്ഷൻ കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം വരുന്നത്. ആ നിയമത്തിനകത്തും ഇലക്ഷൻ കമ്മീഷണറെ എങ്ങനെ നിയമിക്കണമെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ചാണ് 1991 നിയമം പറയുന്നത്. അതായത് 1950 മുതൽ 1991 വരെ യാതൊരു വിധത്തിലുള്ള നിയമവും ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം, ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് സംബന്ധിച്ച്. അപ്പൊ ഇതുവരെയുള്ള എല്ലാ ഇലക്ഷൻ കമ്മീഷണർമാരെയും ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരമാണ് രാഷ്ട്രപതി നിയമിച്ചത്. പിന്നീട് 2023 കോൺഗ്രസ് നേതാക്കളായ ചിലർ കോടതിയെ സമീപിച്ചത് കൊണ്ടാണ് ഈ തരത്തിലൊരു വിഷയം, കോടതി ഇങ്ങനെ ഒരു നിയമത്തിന്റെ കാര്യം പറയുന്നത്. അങ്ങനെയാണ് സുപ്രീം കോടതി താൽക്കാലികമായി, അതായത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നത് വരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം സെലക്ഷൻ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അത് ആത്യന്തികമായിട്ടുള്ള ഒരു കമ്മിറ്റിയല്ല, മറിച്ച് പാർലമെന്റ് ഇതിനനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കുന്നത് വരെ. അങ്ങനെ 2023 പാർലമെന്റിൽ നിയമം കൊണ്ടുവരികയാണ്. ആ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എന്നുള്ളതാണ്. അപ്പൊ നിലവിലുള്ള ഇന്ത്യയിലെ ഇത്രകാലമുള്ള ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്ന സമയത്ത് അതിനകത്ത് രാഷ്ട്രീയ പക്ഷപാതിത്വം ഉണ്ടായിരുന്നില്ലേ? രാഹുൽ ഗാന്ധി അക്കാര്യത്തിലാണ് മറുപടി പറയേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചത്? കോൺഗ്രസിന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന TN ശേഷനെയാണ് പിന്നീട് വന്ന ചന്ദ്രശേഖർ നിയമിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് നിയമിച്ചത്? അതിനെക്കുറിച്ച് TN ശേഷൻ തന്നെ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. TN ശേഷൻ പറയുന്നത്, അന്നത്തെ ചന്ദ്രശേഖർ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷണർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഞാൻ രാജീവ് ഗാന്ധിയോട് ചോദിച്ചു, മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോട് ചോദിച്ചു. കാരണം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു TN ശേഷൻ. രാജീവ് ഗാന്ധി പറഞ്ഞു, നിങ്ങൾ ആ പദവി ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു, പ്രസിഡന്റ് പറഞ്ഞു ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ താൻ കാഞ്ചി ശങ്കരാചാര്യയോട് ചോദിച്ചു, അദ്ദേഹമാണ് എന്നോട് നിങ്ങൾ അത് ഏറ്റെടുത്തോ എന്ന് പറഞ്ഞത് എന്നാണ് TN ശേഷൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പം അന്നൊക്കെ തീരുമാനിച്ചിരുന്ന ആരാണ്? അന്ന് തീരുമാനിച്ചിരുന്നത് ക്യാബിനറ്റ് ആണ്. അതേപോലെ തന്നെ ഇതേ TN ശേഷൻ തന്നെ പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ട്. LK അഡ്വാനിക്കെതിരെ അഹമ്മദാബാദിൽ മത്സരിക്കുന്നത് ആരായിരുന്നു? TN ശേഷനായിരുന്നു. മുമ്പ് ഇലക്ഷൻ കമ്മീഷനായിരുന്ന TN ശേഷനായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കാലത്ത് ഇലക്ഷൻ കമ്മീഷനായിരുന്ന ആളുകൾ ആരൊക്കെയാ? സോണിയാഗാന്ധി നേരിട്ട് അപ്പോയിന്റ് ചെയ്ത ആൾ വരെ ഇലക്ഷൻ കമ്മീഷനകത്തുണ്ട്. MS ഗില്ലിനെ കേന്ദ്രമന്ത്രിയാക്കിയവർ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒന്നാമത്തെ ഇലക്ഷൻ കമ്മീഷനായിരുന്ന സുകുമാർ സെന്നിനെ സ്ഥാനപതിയാക്കി.
അതിനുശേഷം ഇലക്ഷൻ കമ്മീഷണർ രമാദേവിയെ ഗവർണറാക്കി. അപ്പൊ ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് ചെയ്യാം. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് നിയമവിധേയമായി ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിനനുസരിച്ചുള്ള ഒരു നിയമനത്തെ ഇപ്പൊ അവർ എതിർക്കുകയാണ്. അപ്പൊ ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വസ്തുതകൾ പഠിക്കാതെയോ വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ തിരിതിരിപ്പിക്കുകയോ ആണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം. അതിന്റെ പൊള്ളത്തരമാണ് BJP ഇപ്പോൾ തുറന്നു കാണിച്ചിരിക്കുന്നത്.